ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരമായ ശ്രേയസ് അയ്യർക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് വരെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സ്ഥിരമായി ഷോർട്ട് ബോളിൽ അദ്ദേഹം പുറത്താകും. താരം ഷോർട്ട് ബോളിൽ വീക്കാണ് എന്ന് മനസ്സിലാക്കിയ എതിർ ബോളർമാർ ഷോർട്ട് ബോളുകൾ സ്ഥിരമായി താരത്തിന് നേരെ എറിയുകയും ആ കേണിയിൽ താരം സ്ഥിരമായി വീഴുകയും ചെയ്യുമായിരുന്നു. എന്തായാലും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. 3 മത്സരങ്ങളിലും സ്ഥിരതയോടെ കളിച്ച ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ രണ്ടാമത്തെ ഉയർന്ന സ്കോററായിട്ടാണ് പരമ്പര അവസാനിച്ചത്. എന്തായാലും ശ്രേയസ് അയ്യരുമായി ബന്ധപ്പെട്ടും സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുമൊക്കെ കെവിൻ പീറ്റേഴ്സൺ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ശ്രേയസ് അയ്യരും സഞ്ജു സാംസണും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഈ ഏകദിന പരമ്പരയിൽ നമുക്ക് കാണാനിടയായി. ഈ ഏകദിന പരമ്പരയിൽ ശ്രേയസ് അയ്യർ കളിച്ച രീതി നോക്കുക. ഷോർട്ട് ബോളിൽ അവൻ സ്ഥിരമായി പുറത്തായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഈ പരമ്പരയിലേക്ക് വന്നാൽ അവൻ എന്താണോ തന്റെ പ്രശ്നം, ആ പ്രശ്നം ഏറ്റവും വലിയ പോസിറ്റീവായി എടുക്കുകയായിരുന്നു. പ്രശ്നത്തെ തന്റെ മറുതന്ത്രം കൊണ്ട് അദ്ദേഹം പരിഹരിച്ചു. അതിനാൽ തന്നെ അവന് റൺസ് നേടാനായി. എതിർ ബോളർമാർ അവനെതിരെ ഷോർട്ട് ബോളുകൾ പ്രയോഗിച്ചു. ആ കെണിയിലൊന്നും വീഴാതെ അവൻ അതിനെല്ലാം അടിച്ചു പരത്തി. T20 പരമ്പരയിൽ സഞ്ജു സാംസണെതിരെ സ്ഥിരമായി അവർ ഷോർട്ട് ബോളുകൾ എറിഞ്ഞിരുന്നു. അത്തരത്തിലുള്ള പന്താണ് ശ്രേയസ് അയ്യർക്കുമെതിരെ എറിഞ്ഞതെന്ന് ഓർക്കുക. സഞ്ജു ആ കെണിയിൽ വീണു. എന്തായാലും ശ്രേയസ് ആകട്ടെ ആ കെണിയിൽ വീഴാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സഞ്ജു സാംസണിലേക്ക് വന്നാൽ അവൻ ഒരേ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല. എന്തായാലും ശ്രേയസ് അയ്യരുടെ ഈ ശൈലി സഞ്ജു സാംസൺ കണ്ടുപഠിക്കേണ്ടതാണ്. ഇതാണ് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞ വാക്ക്. എന്തായാലും പരിക്കിന് ശേഷം സഞ്ജു സാംസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണോടെ തിരിച്ചെത്തും എന്നുള്ളതാണ് ആരാധകരുടെ പ്രതീക്ഷ.